കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് പരസ്പരം മത്സരിച്ച MSFും KSUവും. ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച ധാരണ KSU തെറ്റിച്ചെന്ന MSF. KSU ധാരണ സംബന്ധിച്ച് MSF പ്രതിപക്ഷ നേതാവിന് എഴുതിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടാണ്. ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ MSFന് ലീഗ് അനുമതി നൽകി. യൂണിവേഴ്സിറ്റി യൂണിയനിലെ അംഗബലം തെളിയിക്കാനാണ് ലീഗ് നിർദ്ദേശം. കഴിഞ്ഞ തവണയുണ്ടാക്കിയ ധാരണ പ്രകാരം ചെയർമാൻ സ്ഥാനം MSFനായിരുന്നു. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഷാഫി പറമ്പലിന്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആ ഉടമ്പടി ലംഘിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു മുന്നണിയല്ലേ, ഒന്നിച്ച് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകേണ്ടവരല്ലേ? എന്താണ് സംഭവിക്കുന്നത്? സുജിയ, കഴിഞ്ഞ 45 വർഷമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ UDSF എന്ന രീതിയിൽ MSFും KSUവും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. പക്ഷേ അവിടെ അംഗബലം നോക്കുമ്പോൾ ഏകദേശം 250ഓളം അംഗങ്ങൾ MSFന് മാത്രമായി UUC ആയിട്ടുണ്ട്. ഏകദേശം 50ഓളം അംഗങ്ങൾ മാത്രമാണ് KSUവിനുള്ളത്. ഈ അംഗബലം വെച്ചുകൊണ്ടാണ് MSF കഴിഞ്ഞ തവണ ചെയർമാൻ സ്ഥാനം അവകാശപ്പെട്ടത്. ആ ചെയർമാൻ സ്ഥാനം അവകാശപ്പെട്ട ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ ഇടപെട്ട് ഇത്തവണ ചെയർമാൻ സ്ഥാനം MSFന് കൊടുക്കാം, കഴിഞ്ഞ തവണ നേരത്തെ പോലെ തന്നെ KSU ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചു. മാത്രവുമല്ല, കുസാറ്റിൽ മത്സരിക്കുമ്പോൾ അവിടെ KSUവിനാണ് കൂടുതൽ ബലമുള്ളത്. അവിടെ സഖ്യമായി മത്സരിക്കാം, MSFനെ സഖ്യത്തിലെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കുസാറ്റിൽ സഖ്യധാരണ തെറ്റിച്ചു. കുസാറ്റിൽ KSU ഒറ്റയ്ക്ക് മത്സരിച്ചു. ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ എഴുതിയ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഉടമ്പടി ഉണ്ടാക്കിയെന്ന്. അപ്പോൾ കുസാറ്റിന്റെ കാര്യത്തിൽ ധാരണ തെറ്റിച്ചു. ഇതാ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും KSU ധാരണ തെറ്റിക്കുന്നു എന്നുള്ളതാണ് MSFന്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്. അങ്ങനെ ധാരണ തെറ്റിച്ച് ചെയർമാൻ സ്ഥാനത്തേക്ക് MSFും KSUവും നേർക്കുനേർ മത്സരിക്കുന്നു. ഈ മത്സരത്തിൽ ലീഗിന്റെ അനുമതിയും ആശീർവാദവും MSFനുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരം ബന്ധപ്പെട്ടിട്ടും വഴങ്ങിക്കൊടുക്കാൻ ലീഗ് നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ MSFന് പൂർണ്ണ ആശീർവാദം നൽകുന്നു. അംഗബലം തെളിയിക്കാനാണ് ഇപ്പോൾ ലീഗ് MSFനോട് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ അംഗബലം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSFനാണ്. ആ അംഗബലം തെളിയിക്കാൻ തന്നെയാണ് ഇപ്പോൾ ലീഗ് MSFനോട് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം ഇവിടെ UUC സ്ഥാനത്തേക്ക് KSUവിന് കേവലം 45ഓ 50ഓ ആളുകൾ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ അത്രയും അംഗബലം കുറഞ്ഞ KSU അവരുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇതിനകം തന്നെ അവർ മത്സരിക്കുന്നില്ല. കാരണം അത് MSFന് കൊടുക്കാൻ തയ്യാറാണ് അവർ. അപ്പോൾ MSF ഇപ്പോൾ ചെയർമാൻ സ്ഥാനം തുടരുകയാണെങ്കിൽ ചെയർമാൻ സ്ഥാനവും ജനറൽ സെക്രട്ടറി സ്ഥാനവും KSUവിന് നഷ്ടപ്പെടും. മാത്രവുമല്ല, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മറ്റ് സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഒരുപക്ഷെ മറ്റ് സീറ്റുകളിൽ അവർക്ക് SFIയെ പിന്തുണയ്ക്കുകയോ ആ രീതിയിൽ മുന്നണി മര്യാദ തന്നെ തെറ്റുന്ന ഘട്ടത്തിലേക്ക് പോയാൽ അത് പാർട്ടിയിലും UDFിലും ഒക്കെ വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാവും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രാദേശിക തലത്തിലൊക്കെ ഈ പോര് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതായിരിക്കും. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.